ട്രാവൽ ടാഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് ക്ലീറ്റസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബദാമിയിലെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് പട്ടടക്കലിലേക്കാണ്. ചാലൂക്കിലെ തന്നെ രണ്ടാം തലസ്ഥാനമായ പട്ടടക്കൽ UN വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ ക്ഷേത്ര കോംപ്ലക്സും നിർമ്മിതികളൊക്കെ നമുക്ക് കാണാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബദാമിയിൽ നിന്ന് 22 കിലോമീറ്ററാണ് പട്ടടക്കലിലേക്ക്. ബദാമിയിൽ നിന്ന് തലസ്ഥാനം പട്ടടക്കലിലേക്ക് മാറ്റിയ ചാലൂക്യന്മാരുടെ കിരീടധാരണം അല്ലെങ്കിൽ പട്ടാഭിഷേകം നടന്നിരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വളരെ സുന്ദരമായ ഒരു നഗരം തന്നെ സ്ഥാപിച്ചു. പലപ്പോഴും അവരുടെ രാജ്ഞിമാരാണ് ഇവിടത്തുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. പല്ലവരെ കീഴടക്കിയ ചാലൂക്യർ കാഞ്ചീപുരത്ത് നിന്ന് ശില്പികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും നിർമ്മിച്ചത്. നഗര ദ്രാവിഡ വസര രീതിയിലുള്ള നിർമ്മിതികൾ ഇവിടെ കാണാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയും. ഇത് കടസിദ്ധേശ്വര ക്ഷേത്രം. സമുദ്രാകൃതിയിലുള്ള ശ്രീകോവിൽ. കിഴക്കോട്ടാണ് മുഖം. മുന്നിൽ നന്ദി ശില്പം, അർദ്ധനാരീശ്വര ഹരിഹര ശില്പവുമുണ്ട്. ഇത് ഗളകനാഥ ക്ഷേത്രം, ശിവപ്രതിഷ്ഠ. 8-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം. അന്തകനെ വധിക്കുന്ന 8 കൈകളുള്ള ശിവരൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ശ്രീകോവിലിന് ചുറ്റും ഒരു പ്രദക്ഷിണ വഴി. അതിലൂടെ നമുക്ക് ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് പുറത്തിറങ്ങാം. ഇത് ജംബുലിംഗ ക്ഷേത്രം. കുറേ ഭാഗങ്ങൾ തകർന്നു പോയിരിക്കുന്നു. മുൻഭാഗത്ത് കാണാനായി തറയിൽ മറ്റ് ക്ഷേത്രഭാഗങ്ങളുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇത് സംഗമേശ്വര ക്ഷേത്രം, വിജയേശ്വര ക്ഷേത്രം എന്ന് കൂടി അറിയപ്പെടുന്നു. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം ഇവിടുത്തെ വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. വിജയാദിത്യയുടെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ അത് നിലച്ചുപോയി. പിൽക്കാലത്ത് പല ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ശിവന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണിത്. തകർന്നുപോയ ക്ഷേത്രത്തിൻ്റെ ഒരു തൂണാണ് ഇവിടെ എക്സ്കർഷനിൽ ഇവിടെ കാട്ടിയിട്ടുള്ളത്. ശംഖുലിപിയിലുള്ള ഇൻസ്ക്രിപ്ഷൻസ്. ശ്രീകോവിലിൽ പാതി തകർന്ന ശിവലിംഗം. ഇത് സംഗമേശ്വരൻ. ദ്വാരപാലകർ. ഇത് ചന്ദ്രശേഖര ക്ഷേത്രം. വളരെ ലളിതമായ നിർമ്മാണം. ഇത് വിരൂപാക്ഷ ക്ഷേത്രം. വിക്രമാദിത്യൻ പല്ലവരെ തോൽപ്പിച്ചതിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ രാജ്ഞി ലോകമഹാദേവി മുൻകൈ എടുത്ത് നിർമ്മിച്ച അമ്പലം. ഇവിടുത്തെ ഏറ്റവും വലുതും ഭംഗിയേറിയതും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രമാണിത്. ദ്രാവിഡിയൻ സ്റ്റൈലിൽ പടർന്നിട്ടുള്ള ക്ഷേത്രത്തിൽ ഇപ്പോഴും പൂജകൾ നടന്നു വരുന്നു.
AD 740-745 കാലത്താണ് ഇതിൻ്റെ നിർമ്മാണം. ഏറ്റവും ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം വാസ്തുവും വാസ്തുശാസ്ത്രവും പാലിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പുലികേശിയും അദ്ദേഹത്തിൻ്റെ രാജ്ഞിയുമാണെന്നാണ് പറയുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു മണ്ഡപത്തിൽ നന്ദിയുടെ ഒറ്റക്കല്ലിൽ തീർത്ത കറുത്ത ശില്പം, തൂണുകളിൽ ധാരാളം കൊത്തുപണികൾ. ഇത് ദ്വാരപാലകർ. കാശിയിലെ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഹാളിലുള്ള 18 തൂണുകൾ റൂഫിനെ താങ്ങി നിർത്തുന്നു. സൂത്രധാരി ഗുണ്ട് എന്ന പേരുള്ള ശില്പിയാണ് പ്രധാനമായും ഇതിൻ്റെ പണികൾ നിർവഹിച്ചിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ നിന്നും ശില്പികളെ കൊണ്ടുവന്നിരുന്നെന്ന് പറയപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ശില്പിയെ വിക്രമാദിത്യൻ ആദരിച്ചു അത്ര. ഏറ്റവും ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട വാസ്തുവും വാസ്തുശാസ്ത്രവും പാലിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. ശിവൻ, മഹാവിഷ്ണു, അതുപോലെ മഹാഭാരതം തുടങ്ങിയ ഭാഗങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. ഈ മണ്ഡപത്തിലൂടെ കയറിയിറങ്ങിയാൽ തൊട്ടടുത്ത് തന്നെ മാലാപ്രഭ നദിയുണ്ട്. നദിയിലേക്കുള്ള പടവുകൾ ഇവിടെ കാണാം. പകുതി തകർന്ന നന്ദിയുടെ ശില്പമാണ് ഇവിടുത്തെ കാഴ്ച. തൊട്ടടുത്ത് തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രവും മല്ലികാർജുന ക്ഷേത്രവും ഉണ്ട്. കുറേയൊക്കെ തകർന്ന നിലയിലാണ്. പട്ടടക്കിലെ അത്ഭുതങ്ങൾ ഏതാണ്ടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഐഹോളിലേക്കാണ്. അവിടെ ഇതുപോലെ മറ്റൊരു കാഴ്ചകളുണ്ട്.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണാം.